നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. സംഭവം, വർഷം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2ാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പൊ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം എന്നിങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂർ നാനാ സാഹിബ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബാണ്. ആരയിൽ വിപ്ലവം നയിച്ചത് ആര്? ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ബറൌട്ട് പർഗാന ഷാ മാൽ. അപ്പോൾ സി ആണ് ഉത്തരം, സി. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. ശരിയായിട്ടുള്ളത് ലോകവ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണുണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട് ആണ്, ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഹരിതഗ്രഹ പ്രഭാവം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം: ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജിലാണ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ ആണ്, കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് ആണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? 107 ആണ്, 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ളത് GDP നിരക്ക് വർദ്ധിപ്പിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു എന്നുള്ളവയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തത് ഏതാണ്? ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിംഗ് എന്നുള്ളതാണ് തെറ്റ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി, റിസർച്ച് പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു.
ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് ഇവിടെ തന്നിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരി. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ശരിയാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. 1, 3 പ്രസ്താവനകൾ മാത്രം. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? കേരള സംസ്ഥാന ലോകായുക്തയാണ്. ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ: ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. എല്ലാം ശരിയാണ്. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏത്? നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് നവകേരള സദസ്സാണ്. നവകേരള സദസ്. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഇവിടെ തന്നിരിക്കുന്നതില് പ്രസ്താവന 3 തെറ്റാണ്. ഓക്കെ, ബാക്കിയെല്ലാം ശരി. ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? കർത്തവ്യപഥ്. കർത്തവ്യപഥ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇവിടെ 3ാമത്തെ പ്രസ്താവന തെറ്റ്, ബാക്കി ശരി. മന്ത്രിസഭയുടെ വലുപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? നിരാമയ പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്കാണ് നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന 3 ആണ് തെറ്റ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അതാണ് തെറ്റ്. ബാക്കി രണ്ടും ശരി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാരാണ്. അടുത്ത ചോദ്യം, സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 എന്നാണ് കൊടുത്തേക്കുന്നത്. 2023 ആയിരുന്നു വരേണ്ടത്. സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1 ആണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 3-1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകളൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? പിള്ളവാതം, വൈറ്റമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. സാൽമൊണല്ല ടൈഫി. സാൽമൊണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, CFC, N2O, CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? സത്യനാരായണ ബെലേരിയാണ്. സത്യനാരായണ ബെലേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലൂടെയാണ്? അലുമിനിയമാണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്?
ധ്രുവമാണ്, ധ്രുവപ്രദേശങ്ങളിലാണ്. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്ന്? ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരെന്താ? ഐസോബാറുകൾ. ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? നൈട്രജൻ ആണ്, നൈട്രജൻ. ലൂയിസ് ബേസിന് ഒരു ഉദാഹരണം ഏത്? NH3 ആണ്. അടുത്ത ചോദ്യം, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏത്? ഇൽമനൈറ്റ് ആണ്, ഇൽമനൈറ്റ്. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്ര? 7 ആണ്, 7. വാട്ടർ പോളോ. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത് ആര്? പരവൂർ കേശവനാശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ എഴുതിയത് ആര്? വി. ഷിനിലാൽ. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആര്? റോജിൻ തോമസ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്ത്? സ്തൂപിക സംഖ്യകൾ. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിന്റെ 3ൽ 1 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? 104. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? 15 ദിവസമാണ്, 15 ദിവസം. 3/4, 1 and 1/2, 2 and 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത്? 4 ആണ്. 17^7.5 divided by 17^3.5 into 17^4.5 equal to 17^. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരുന്ന ഉത്തരം 8.5. ഓരോ വർഷവും 15% വീതം വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? 34.98. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ്. എങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? 2√2 പൈ സെന്റിമീറ്റർ. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്ന് എഴുതാമെങ്കിൽ ഡെസിഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? A ആണ് ഉത്തരം. ICEDREHP. ഒയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, എമ്മിന്റെ സഹോദരനാണ് N, Pയുടെ സഹോദരിയാണ് O. എങ്കിൽ Nഉം Qവും തമ്മിലുള്ള ബന്ധം എന്ത്? ഈ ഫിഗറിൽ ഒരു സംഖ്യയുടെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. വിട്ടുപോയ സംഖ്യ ഏത്? 87 ആണ്, 87. അടുത്തത് ഇംഗ്ലീഷ് ആണ്. കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. If I had attended the wedding, I dash. Had plus V3. If ക്ലോസിൽ had plus V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? ഇവിടെ കുഡ് വെച്ചിട്ടുള്ളതും വുഡ് വെച്ചിട്ടുള്ളതും തന്നിട്ടുണ്ട്. ഓപ്ഷൻ A ആണ് ഉത്തരം. Could have plus V3. Could have met him. Identify the correctly spelt word from the following. ഉത്തരം C ആണ്. colleague. COLLEAGUE. Fill in the blank using the appropriate phrasal verb. The match has been dash due to bad weather. അപ്പോൾ ഡാഷിൻ്റെ അവിടെ വരുന്ന ഉത്തരം എന്താ? കോൾഡ് ഓഫ് ആണ്, കോൾഡ് ഓഫ്. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. യൂഷ്വലി വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗോസ്. ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയതുകൊണ്ട് ഗോസ് ആണ്. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. ഉത്തരം ഈസ് ആണ്, ഈസ്. PSC കൊടുത്ത ഉത്തരമാണ് ഈസ്. പക്ഷെ yesterday വരുമ്പോഴത്തേക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്കാണ് പോകേണ്ടത്. അടുത്തത് which among the following is an adjective? ഉത്തരം B ആണ്. mundane. MUNDANE. Change into passive voice. Someone has asked John to make a speech at the meeting.
ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സംവൺ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വെയർ ഫാൾസ്ലി. ഉത്തരം ഓപ്ഷൻ എ ആണ്, പെർജ്യൂർ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ലെറ്റസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഷാൽ വി ആണ്, ഷാൽ വി. വിച്ച് among the following is a synonym of the word pensive? പെൻസീവിന്റെ മീനിങ് എന്താണ്? കണ്ടംപ്ലേറ്റീവ്, കണ്ടംപ്ലേറ്റീവ്. ശരിയായ രൂപം ഏത്? ഇതിൽ കൈയെഴുത്ത് എന്ന് ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ്, കൈ എഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെന്മണി, നെൽ പ്ലസ് മണിയാണ് നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാ? വ്യാകരണം അറിയുന്നവൻ വയാകരണൻ, വയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന പദം അലിംഗ ബഹുവചനമാണ്, അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിച്ചാൽ എങ്ങനെയാ? പല്ലവപുടം, പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്, മഞ്ഞിന്റെ സമാന പദം പ്രാലേയമാണ്, പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏതാ? മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണമാണ്, ഏണം. ചേർത്തെഴുതുക. ചാ പ്ലസ് ഉന്നു, ചാ പ്ലസ് ഉന്നു ചാകുന്നു, ചാകുന്നു. ശരിയായ വാക്യം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏതാ? സുപ്രസിദ്ധം, വിപരീതം കുപ്രസിദ്ധം, കുപ്രസിദ്ധം. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിന് ശിക്ഷ എന്താണ്? മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഉണ്ട്. വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ എന്നിവ നൽകാം. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്തു കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? എ ചെയ്തത് കുറ്റകരമായ നരഹത്യ തന്നെയാണ്. വാക്യം 1, 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2, ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ഇവിടെ 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഇന്ന് അനുയോജ്യമായത് കണ്ടെത്തുക. രണ്ടും ശരിയാണ്, മേൽ പറഞ്ഞ രണ്ടും ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികൾ കുറ്റകരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് കുറ്റകരമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ABC 3 ഒഴിവാക്കി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ഭൗതിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അനുയോജ്യമായത് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും ശരിയാണ്. വാക്യം 1, ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകളാണ്. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഉൾപ്പെട്ടിട്ടില്ലാത്തത്? സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കൊഗ്നിസിബിൾ കുറ്റം എന്നാൽ എന്താണ്? പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIR അതിനെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ഓപ്ഷൻ ഏതാ? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. സീരിയൽ നമ്പർ ഇടാതെ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പോലീസിന് പരാതി കൊടുക്കാവുന്നതാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെയാണ് വിവരിക്കുന്നത്? മജിസ്ട്രേറ്റിന്റെ. 40 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനനതീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിൽ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണമെന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? സെക്ഷൻ 32. 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അനുയോജ്യമായത് കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ശരി. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1772 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ഏത്? കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഏറ്റവും ശരിയായത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം എന്നിവ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനു ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടു കെട്ടപ്പെടും? 6 വർഷമാണ്. 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം ഈ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. 16 പോക്സോ 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെക്ഷൻ 67A ആണ്. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? സെക്ഷൻ 43 ആണ്. സെക്ഷൻ 43. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും പറയുക. നിങ്ങളുടെ PSC പ്രൊഫൈൽ വഴി അത് നിങ്ങൾക്ക് ചലഞ്ചും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.